ഹലോ, അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ട് നേഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളി വേക്കൻസിയാണിത്, നേഴ്സിനാണ്. അപ്പം നമുക്കത് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇത് വന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഫ്രീ റിക്രൂട്ട്മെന്റ് ഓഫ് നഴ്സസ് ടു ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ്. ഫുൾ ടൈം ആണ്. 5 ദിവസം മുന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇത് രാജ്യം വന്നിട്ട് ഏതൻസ് ആൻഡ് ലാറിസ. അതൊന്ന് നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കിക്കോളൂ. കാരണം ഇത് ഞാൻ ഇടാനുള്ള കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ODEPC എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ കൊടുക്കുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് 17 ഒക്ടോബർ ആണ്. സാലറി വന്ന് പൗണ്ടാണ് കാണിക്കുന്നത്, യൂറോ 1050. അപ്പോൾ 1050 ഇൻറ്റു 100 ഒക്കെ വെക്കണം, എന്നാലാണ് അതിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ഇത് സാലറി കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു 1050. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് 30 ഉണ്ട്. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. BSc നഴ്സിംഗ് GNM ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നോർക്ക സർട്ടിഫിക്കറ്റ്. ഇത് ഓൺലി ഫോർ ഫീമെയിൽ ആണ്. ഓൺലി ഫോർ ഫീമെയിൽ. പിന്നെ റിക്വയർമെന്റ് പറയുന്നതായി പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ് ഓർ GNM ഓർ ഇക്വാലന്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സ് റെക്കഗ്നൈസ് സർട്ടിഫിക്കേഷൻ. മിനിമം 2 years എക്സ്പീരിയൻസ്. ഫീമെയിൽസ് ഓൺലി. ഏജ് വന്നിട്ട് 20-35. ലാംഗ്വേജസ് അറിയേണ്ടത് ഇംഗ്ലീഷ് ഓൺലി. IELTS ഓർ OET നോട്ട് റിക്വയർഡ്. അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. IELTS വേണ്ട. ഓക്കെ, ജോബ് ലൊക്കേഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി സെൻറ്റേഴ്സ് ഇൻ ഏതൻസ് ആൻഡ് ലാരിസ്. വർക്കിംഗ് അവേഴ്സ് 5 days, 40 hours per week. ഓവർ ടൈം ആസ് പെർ ഗ്രീക്ക് ലേബർ ലോ. പിന്നെ ജോബ് റെസ്പോൺസിബിലിറ്റി ഒരു നേഴ്സിൻ്റെ ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്നാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡ് ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ഇൻക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേഷൻ, മെഡിറ്റേഷൻ, ട്രീറ്റ്മെൻറ്റ്സ്, മോണിറ്റർ, റെക്കോർഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ബ്ലാ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാക്കേജ് സാലറി അഗൈൻ ഇവരോട് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. 1050 euro per month. ബെനിഫിറ്റ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെനിഫിറ്റ്സ് വിസ, എയർ ടിക്കറ്റ്, accommodation and food allowance will be provided. 2 bonus gross salaries per 12 months employment. അതായത് 12 months എംപ്ലോയ്മെന്റ് ഫിനിഷ് ആകുമ്പോൾ 2 മാസത്തെ ബോണസ് ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറി. ഓക്കെ, പിന്നെ വന്നിട്ട് ഇൻട്രസ്റ്റഡ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൗ ടു അപ്ലൈ. Interested candidates may send their CV, passport, certification to caregiver at odepc.in with the subject line nurse on or before 17th October. 17th October. ഓക്കെ, 17th ഒക്ടോബറിന് മുന്നേ ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഈ ODEPC എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോബ് ഇതിലിടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും ആൾക്കാർ, നേഴ്സും എല്ലാ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കുക. ഇത് ഫീമെയിലിന് മാത്രമേ പറ്റൂ, പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.